സുവിശേഷത്തിൻ ദീപതെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന. പാപമേറെ ചെയ്തു പോയി ജീവിതം നിരാശയായി. അലിവു തോന്നി ദൈവമേ കരുണയാകണേ. അലിവു തോന്നി ദൈവമേ കരുണയാകണേ. പാപമേറെ ചെയ്തു പോയി ജീവിതം നിരാശയായി. അലിവു തോന്നി ദൈവമേ കരുണയാകണേ. അലിവു തോന്നി ദൈവമേ കരുണയാകണേ. അന്ധകാരവീഥിയിൽ ഉഴറിടുന്ന ജീവിതം ദൈവമേ നിൻ ദിവ്യശോഭ പ്രഭ തൂകണേ. അന്ധകാരവീഥിയിൽ ഉഴറിടുന്ന ജീവിതം ദൈവമേ നിൻ ദിവ്യശോഭ പ്രഭ തൂകണേ. പാപമേറെ ചെയ്തു പോയി ജീവിതം നിരാശയായി. അലിവു തോന്നി ദൈവമേ കരുണയാകണേ. അലിവു തോന്നി ദൈവമേ കരുണയാകണേ.
കരുണ മാത്രമാശ്രയം. അടിയനേകണേ അഭയവും അലയിലുലയും തോണിയിൽ നീ കരുതലാകണേ. നിൻ കരുണ മാത്രമാശ്രയം. അടിയനേകണേ അഭയവും അലയിലുലയും തോണിയിൽ നീ കരുതലാകണേ. പാപമേറെ ചെയ്തു പോയി ജീവിതം നിരാശയായി. അലിവു തോന്നി ദൈവമേ കരുണയാകണേ. അലിവു തോന്നി ദൈവമേ കരുണയാകണേ. പാപമേറെ ചെയ്തു പോയി ജീവിതം നിരാശയായി. അലിവു തോന്നി ദൈവമേ കരുണയാകണേ. അലിവു തോന്നി ദൈവമേ കരുണയാകണേ. കാരുണ്യവാനായ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനും ക്രിസ്തു വിശ്വാസത്തിലേക്ക് കൂടുതൽ ദൃഢപ്പെടുവാനും ഈ മണിക്കൂറുകൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ സാബൂളിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് വചനം നമുക്ക് പങ്കുവെച്ച് നൽകുന്നുണ്ട്. ക്രിസ്ത്യാനികളെ നിരന്തരം പീഡിപ്പിച്ചിരുന്ന സാബൂൾ സഭയെ നശിപ്പിക്കുന്നതിന് വേണ്ടി അവൻ വീട് വീടാന്തരം കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ച് കാരാഗൃഹത്തിൽ അടച്ചുവെന്ന് വചനം പറയുന്നുണ്ട്. ഈ സാബൂള് ദമാക്കസിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു ഇടിമിന്നലോട് കൂടി ദൈവത്തിൻ്റെ സ്വരം സാബൂളിൻ്റെ മേലെത്തി. സാബൂൾ സാബൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ സാബൂൾ ചോദിക്കുന്നുണ്ട്, അങ്ങ് ആരാണെന്ന്? നീ പീഡിപ്പിക്കുന്ന കർത്താവാണ് ഞാനെന്ന് അപ്പോൾ ദൈവം അവനോട് പറയുന്നു. അതിനുശേഷം സാബൂളിനോട് ദൈവം പറയുകയാണ്, നീ പട്ടണത്തിലേക്ക് പോയിക്കൊള്ളുക, നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു നൽകുമെന്ന്. പട്ടണത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഈ സമയത്ത് തന്നെ സാബൂളിൻ്റെ കണ്ണുകൾ അന്ധത ബാധിച്ചു, കാഴ്ച നഷ്ടപ്പെട്ടു. പട്ടണത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അനന്യാസ് എന്ന ശിഷ്യന് സാബൂളിൻ്റെ അടുക്കൽ വരികയും അന്ധത ബാധിച്ച സാബൂളിൻ്റെ കണ്ണുകൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. കൂടാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പങ്കുവെച്ച് നൽകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാബൂളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഓടി നടന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ സാബൂൾ പങ്കുവെക്കുന്നു. നല്ലൊരു പ്രേക്ഷിത പ്രവർത്തകനായി തീരുവാനായിട്ട് ഈ സമയത്ത് സാബൂളിന് സാധിക്കുന്നു. സ്നേഹമുള്ളവരെ, ക്രിസ്തു വിശ്വാസത്തിൽ ജനിച്ച് ആ വിശ്വാസത്തിൽ വളർന്നു വന്ന് ആ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ആ ക്രിസ്തുവിന് ചേർന്നതായ പ്രവൃത്തികളും പ്രവർത്തന രീതികളുമാണോ കാഴ്ചവെക്കുന്നത് എന്ന് ചിന്തിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അക്രൈസ്തവരായ മനുഷ്യർക്ക് നമ്മളെക്കാൾ കൂടുതൽ വിശ്വാസമുള്ളതായിട്ടും നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഡയറക്ടർ ഞങ്ങളുടെ ജോലിക്കാരോട് പറയും, നിങ്ങൾ ജോലി ചെയ്യുവാനായിട്ട് വരുമ്പോൾ 10 മിനിറ്റ് ഇവിടുത്തെ പ്രാർത്ഥനാ മുറിയിൽ വ്യക്തിപരമായി പ്രാർത്ഥിച്ച ശേഷം മാത്രമേ നിങ്ങൾ ജോലിയിൽ തുടരാവുള്ളൂ എന്ന്. കൂടാതെ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 3:30 വരെയുള്ള സമയത്ത് നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലണമെന്ന്. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഒരു പെൺകുട്ടി മാത്രമേ അക്രൈസ്തവയായിട്ട് ഉള്ള പെൺകുട്ടിയുള്ളൂ. സ്ഥാപന ഡയറക്ടർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അക്രൈസ്തവർക്ക് ഈ 3 മണി മുതൽ 3:30 വരെയുള്ള പ്രാർത്ഥന നിർബന്ധമല്ല എന്ന്. എങ്കിലും സ്നേഹമുള്ളവരെ, ഈ അക്രൈസ്തവയായ യുവതി
3 മണി മുതൽ 3:30 വരെയുള്ള പ്രാർത്ഥനയുടെ സമയത്ത് ആ പെൺകുട്ടിയും ആ പ്രാർത്ഥനാ മുറിയിൽ വന്നിരിക്കും. ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ പെൺകുട്ടി പ്രാർത്ഥനകളൊക്കെ ബൈഹാർട്ടാക്കി. ദിവസങ്ങൾ കഴിയും തോറും ഞങ്ങളൊക്കെ ഈ പ്രാർത്ഥന, ക്രിസ്ത്യാനികളായ ഞങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നത് 3 മണിക്കാണെങ്കിൽ 3:05 അല്ലെ 3:10 ആകുമ്പോഴാണ് പലപ്പോഴും പ്രാർത്ഥനയിൽ കടന്നു വരുന്നത്. പ്രാർത്ഥനയ്ക്ക് ചേർന്നാലോ ആ പ്രാർത്ഥന എത്രയും പെട്ടെന്നൊന്ന് തീർന്നാൽ മതി എന്നുള്ള ആഗ്രഹമൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. എന്നാൽ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച അവിടെ സംഭവിച്ചു. ഈ പെൺകുട്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഏറ്റവും മുൻപിൽ വന്നിരുന്നു കൊണ്ട് പ്രാർത്ഥനകളൊക്കെ ഒച്ചത്തി ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഏറെ ഭക്തിയോടുകൂടി, ഏറെ വിശുദ്ധിയോടുകൂടി, ഏറെ ബഹുമാനത്തോടു കൂടി ദൈവത്തിൻ്റെ മുൻപിൽ ആയിരിക്കുന്നതായ ഒരു കാഴ്ച. തീർച്ചയായിട്ടും ആ ഒരു കാഴ്ച ഞങ്ങൾക്കൊക്കെ വലിയൊരു മാതൃകയായിരുന്നു. അതുപോലെ തന്നെ സ്നേഹമുള്ളവരെ, ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്കൊരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൻ്റെ തൊട്ട് താഴെ ഒരു കുരിശുപള്ളിയുണ്ട്. ടൗണിനോട് ചേർന്നാണ് ഈ കുരിശുപള്ളി ഇരിക്കുന്നത്. ഈ കുരിശുപള്ളിയുടെ മുന്നിലൂടെ എല്ലാ ദിവസവും നിരവധി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്, നടക്കാറുണ്ട്. അവിടെ നിൽക്കുമ്പോൾ കാണുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. അക്രൈസ്തവരായ മനുഷ്യര് ഈ കുരിശുപള്ളിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അവർ മുണ്ടൊക്കെ മടക്കി കുത്തിയാണ് നടന്നു ചെല്ലുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ മുണ്ട് അഴിച്ചിട്ട ശേഷം ശിരസ് നമിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം ആ കുരിശുപള്ളിയുടെ മുന്നിലൂടെ നടന്നു പോകുന്നതായ ഒരു മാതൃകാപരമായ ഒരു കാഴ്ച. ഏറെ ദൃശ്യമാണ്, ഏറെ അനുഭവവേദ്യമായ ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ഏറെ അനുഭവവേദ്യമായ ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ ക്രിസ്മസ് രാത്രിയിൽ ഞാൻ എൻ്റെ 2 വയസ്സ് പ്രായമുള്ള മോനെയും കൂട്ടിക്കൊണ്ട് കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് പോയി. കുർബാന തുടങ്ങിയപ്പോൾ മുതലേ അവൻ ഏറെ അസ്വസ്ഥനാണ്. അവന് എൻ്റെ കൈവിട്ട് പള്ളിയിലൂടെ ഓടി നടക്കുന്നു, ഒച്ച വെക്കുന്നു. മറ്റുള്ളവർക്കൊക്കെ ഭക്തിപൂർവം കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് ഒരുപാട് തടസ്സം അവൻ സൃഷ്ടിക്കുന്നു. ഈ സമയത്ത് ഇവൻ്റെയും കൈ പിടിച്ചുകൊണ്ട് ഞാൻ ദേവാലയത്തിൻ്റെ പുറത്തേക്ക് പോയി. ഞാൻ ദേവാലയത്തിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ ഇവൻ എൻ്റെ കൈ പിടിപ്പിച്ചുകൊണ്ട് ഓടും, പള്ളിക്ക് ചുറ്റും ഓടും. ഞാൻ ഇവനെ പിടിക്കുവാനായിട്ട് ഓടി ചെല്ലുമ്പോൾ തൊട്ടടുത്ത് തന്നെ പള്ളിയോട് ചേർന്ന് തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമുണ്ട്. ആ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ വണ്ടിയിലൊക്കെ കുറേ ആളുകൾ ഇരിക്കുന്നു. കുറേ യുവജനങ്ങളാണ് ഇരിക്കുന്നത്. ഞാൻ അടുത്ത് പോയി നോക്കിയപ്പോൾ കുറേ യുവജനങ്ങളാണ് ആ വണ്ടിയിലൊക്കെ ഇരിക്കുന്നത്. ദേവാലയത്തിൽ വിശുദ്ധ കുർബാന നടക്കുമ്പോൾ യുവജനങ്ങൾ വണ്ടിയിലിരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ അവർ വണ്ടി ഇരിക്കുക മാത്രമല്ല, അവരിങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഉണ്ണി മിശിഹ പിറക്കുമ്പോൾ പള്ളിയിൽ കുന്തിരിക്കാൻ പോയിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ യുവജനങ്ങൾ പുറത്തിരുന്നു കൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് സ്വയം തൻ്റെ ആത്മാവിനെ പുകച്ചുകൊണ്ടിരിക്കുന്നതായ വളരെ വേദന നിറഞ്ഞതായ ഒരു കാഴ്ച. തൊട്ടടുത്ത് തന്നെ പള്ളിപ്പറമ്പാ. ആ പള്ളിപ്പറമ്പിലേക്ക് നോക്കുമ്പോൾ അവിടെ കൊക്കോയുടെ ചോട്ടിലെ മൊബൈലിൻ്റെ ചെറിയ വെളിച്ചം കാണാം. അപ്പോൾ ഞാൻ പയ്യെ ആ പള്ളിപ്പറമ്പിലേക്ക് ഒന്ന് കടന്നു നീങ്ങി. അവിടെ ചെന്നപ്പോൾ അവിടെയുമുണ്ട് കുറേയേറെ ആളുകൾ ഇരിപ്പുണ്ട്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഉണ്ണീശോ ജനിച്ചതിൻ്റെ സന്തോഷം അവർ ആ പള്ളിപ്പറമ്പിലിരുന്നു കൊണ്ട് ആസ്വദിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒരു ക്രിസ്ത്യാനി ഇന്ന് എവിടെ നിൽക്കുന്നു എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഇന്ന് എവിടെയാണ് എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ക്രിസ്ത്യാനി തയ്യാറാകുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ക്രിസ്ത്യാനിക്ക് ക്രിസ്തു എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും വേദനകളിലും മാത്രം മുറുകെ പിടിക്കുവാനുള്ളതാണ്. തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും വേദനകളും ഇല്ലാതായി കഴിയുമ്പോൾ ആ മുറുകെ പിടിച്ച കൈ ക്രിസ്ത്യാനി വിട്ടുകളയുന്നു. ഇതാണ് ഇന്ന് കാണുന്ന ഒരു കാഴ്ച. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായ ഒരു കാഴ്ച എന്ന് പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, കടബാധ്യതകൾ ഉണ്ടാകുമ്പോൾ, ബിസിനസ് തകരുമ്പോൾ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആദികൾ കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ
ഇതുപോലുള്ള ജീവിത പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ മാത്രമാണ് ക്രിസ്ത്യാനിക്ക് ദൈവത്തെ ആവശ്യമുള്ളത്, ദൈവത്തെ അന്വേഷിക്കാറുള്ളത്. ഈ സന്ദർഭത്തിൽ മാത്രമാണ് ദൈവിക കാര്യങ്ങളിലേക്ക് ഓരോ ക്രിസ്ത്യാനിയും പലപ്പോഴും നടന്നു നീങ്ങാറുള്ളത്. ഈ സമയങ്ങളിൽ ക്രിസ്ത്യാനികൾ ചെയ്യാറുള്ള ഒരു കാര്യമുണ്ട്. അറിയാവുന്ന ധ്യാന മന്ദിരങ്ങളിലേക്കൊക്കെ വിളിക്കും. അതിനുശേഷം അവിടെയെല്ലാം പ്രാർത്ഥനാ സഹായം ചോദിക്കും. അറിയാവുന്ന ധ്യാന ഗുരുക്കന്മാരെയും വൈദികരെയും വിളിക്കും. അവരോടും പ്രാർത്ഥനാ സഹായം ചോദിക്കും. അച്ഛ അല്ലെ ബ്രദറെ, ഞങ്ങൾക്ക് ഇങ്ങനെയൊരു പ്രതിസന്ധി, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബ്രദറൊന്ന് പ്രാർത്ഥിക്കണം, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം, അച്ഛനൊരു പരിഹാര മാർഗം ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനോടും വൈദികരോടും അല്ലെ ബ്രദർമാരോടും ഒക്കെ യാചിക്കുന്നതായ, പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നതായ ഒരു കാഴ്ച ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരന്നേരം ഒരു പ്രതിവിധിയൊക്കെ പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം തീർച്ചയായിട്ടും ദൃശ്യമാകും. കാരണം നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത് കാരുണ്യവാനാണ്. അതുകൊണ്ട് തന്നെ ആ കാരുണ്യമുള്ള കർത്താവിൻ്റെ മുമ്പിൽ ഏത് പ്രതിസന്ധികളും ഏത് വേദനകളും എടുത്തു വെക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കരയുന്നവൻ്റെ കണ്ണുനീരൊപ്പുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. സ്നേഹമുള്ളവരെ, ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരന് എന്നെ ഫോണിൽ വിളിച്ചു, ഓസ്ട്രേലിയയിൽ നിന്ന്. അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥനാ സഹായം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം വിളിച്ചത്. ആരോഗ്യമോ പറഞ്ഞാണ് എൻ്റെ ഫോൺ നമ്പർ കിട്ടിയതും. അങ്ങനെയാണ് അദ്ദേഹം എന്നെ ഫോണിൽ വിളിക്കുവാനായിട്ട് ഇടവന്നത്. അദ്ദേഹത്തിന് വലിയൊരു പ്രതിസന്ധിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് തകർന്നു പോയി. അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അതെല്ലാം പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പാർട്ണർ അദ്ദേഹത്തെ ചതിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനം മറ്റൊരാളുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിലാണ് അദ്ദേഹം ബിസിനസ് നടത്തുന്നത്. ഈ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ മുതലാളി ഇദ്ദേഹത്തിൻ്റെ കട അടച്ച് സീല് ചെയ്ത ശേഷം ഇദ്ദേഹത്തോട് പറഞ്ഞു, ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ പണം മുഴുവൻ തിരികെ അടച്ചില്ലേൽ തീർച്ചയായിട്ടും ഈ നിനക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു, നിന്നെ തീർത്ത് കളയുമെന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തോട് പറഞ്ഞു. വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ ബ്രദർ ഫോണിൽ വിളിച്ചത്. ഇദ്ദേഹം പറയുകയാണ്, നാളെ പ്രഭാതമായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും എന്നെ പരിചയമുള്ള, എന്നെ അറിയാവുന്ന ആളുകളൊക്കെ ഞാൻ പരാജയപ്പെട്ടു, ഞാൻ തകർന്നു പോയി എന്ന സത്യം തിരിച്ചറിയും. ഇനി ആത്മഹത്യയല്ലാതെ എൻ്റെ മുൻപിൽ വേറൊന്നുമില്ല. ഇതാണ് ഈ ബ്രദർ എന്നോട് പറഞ്ഞത്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയോടും ഞാൻ ഇനി എന്ത് പറയും, അവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പോയി നിൽക്കുമെന്നൊക്കെ സങ്കടത്തോടു കൂടി ഇദ്ദേഹം എന്നോട് പറഞ്ഞു. ഈ സമയത്ത് ഫോണിലൂടെ തന്നെ ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിച്ചു. ഇദ്ദേഹത്തോട് ഒരുപാട് നേരം ഞാൻ സംസാരിച്ചു. ഇദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ പിതാവ് കുറേ നാളുകൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. പിതാവിനെ മരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ പിതാവിനോട് ചെറിയ വെറുപ്പും വിദ്വേഷമൊക്കെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, നാളെ രാവിലെ നിങ്ങൾ പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണമെന്നൊക്കെ ഇദ്ദേഹത്തോട് പറഞ്ഞു. പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം പിതാവിൻ്റെ കല്ലറയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം. അതോടൊപ്പം തന്നെ അഗതികളായിട്ട് അശരണരായിട്ട് തെരുവിൽ കിടന്ന് മരിക്കുന്ന അനേകം പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെ ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളൊന്ന് മനസ്സ് കാണിക്കണമെന്നും ഇദ്ദേഹത്തോട് പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും സ്വീകരിക്കുവാനായിട്ട് ഈ വ്യക്തി തയ്യാറായി. അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച അദ്ദേഹത്തിന് കാണുവാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുടെയൊക്കെ മുതലാളി അദ്ദേഹത്തിൻ്റെ താക്കോലുമായിട്ട് നിൽക്കുന്നു. അദ്ദേഹം ഈ താക്കോല് ഈ വ്യക്തിയുടെ കയ്യിൽ കൊടുത്ത ശേഷം ഈ വ്യക്തിയോട് പറഞ്ഞു, നീ മാസങ്ങൾ കൊണ്ട് ഈ ബിസിനസ് നടത്തി എൻ്റെ കടം പയ്യെ തന്നു തീർത്താൽ മതി, നിന്നോട് എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സംസാരിച്ച് പോകുന്നതായ ഒരു കാഴ്ച. ഇദ്ദേഹം തുടർന്ന് എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുക, ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതം എൻ്റെ മുമ്പിൽ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. ദൈവം ഇറങ്ങി വന്ന് എന്നെ അനുഗ്രഹിക്കുന്ന, ദൈവം ഇറങ്ങി വന്ന് എൻ്റെ ജീവിതത്തെ തൊടുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദർശിക്കുവാനായിട്ട് സാധിച്ചു. ഇനിയുള്ള എൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. അദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നു,
പുകവലിക്കുമായിരുന്നു. ഒരുപാട് ദുസ്വഭാവങ്ങളൊക്കെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ദുസ്വഭാവങ്ങൾ, ദുശീലങ്ങൾ എല്ലാം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു വലിയ തീരുമാനം, ഒരു വലിയ ദൃഢപ്രതിജ്ഞ ആ സമയം തന്നെ അദ്ദേഹം എടുക്കുവാനായിട്ട് തയ്യാറായി. സ്നേഹമുള്ളവരെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിവാഹ സമയത്ത് ഇദ്ദേഹത്തെ എനിക്ക് വീണ്ടും കാണുവാനായിട്ട് ഇടവന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അദ്ദേഹം അന്നെടുത്ത ആ ദൃഢപ്രതിജ്ഞ, ആ തീരുമാനങ്ങളൊന്നും അദ്ദേഹം പാലിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതിൽ നിന്നൊക്കെ പുള്ളി പൂർണ്ണമായിട്ടും വ്യതിചലിച്ചിരിക്കുകയാണ്. ആ തീരുമാനങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും മാറിയിരിക്കുകയാണ്. കാരണം ദൈവം നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മളെ സഹായിച്ചു. ആ സമയത്ത് ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കണമായിരുന്നു. ആ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ക്രിസ്ത്യാനി ചെയ്യുന്നത് ആ മുറുകെ പിടിച്ച കരങ്ങൾ അങ്ങ് വിട്ടുകളയുന്നു. പിന്നെ പഴയ കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു. അതാണ് യഥാർത്ഥത്തിൽ ആ ബ്രദർ ചെയ്തത്. സ്നേഹമുള്ളവരെ, ഇന്ന് ക്രിസ്ത്യാനികളായ നമ്മളെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് തയ്യാറാകുന്ന വ്യക്തികളാണ് എന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോസ്തല പ്രവർത്തനത്തിൽ 9-ാം അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അനന്യാസിലൂടെ സാബൂളിനെ പറ്റി ദൈവം ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: രാജാക്കന്മാരുടെയും വിജാതിയരുടെയും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ദൈവത്തിന്റെ നാമം വഹിക്കുവാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. സാവൂൾ ദൈവത്തിന്റെ നാമം വഹിക്കുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത പാത്രമാണ്. സ്നേഹമുള്ളവരെ, ഓരോ ക്രിസ്ത്യാനികളും ദൈവത്തിന്റെ നാമം വഹിക്കുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത പാത്രങ്ങളാണ്. നമ്മളാകുന്ന പാത്രങ്ങളിലേക്ക് ദൈവം ദൈവത്തിന്റെ വചനം പങ്കുവെച്ച് നൽകും. ഈ ദൈവവചനം നമ്മൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ച് നൽകുവാനായിട്ട് തയ്യാറാകണം. നമ്മൾ നൽകുന്ന ദൈവവചനമാകുന്ന ഭക്ഷണം മറ്റുള്ളവർ ഭക്ഷിച്ചു കഴിയുമ്പോൾ ആ ഭക്ഷണം കഴിച്ച് അവർ തൃപ്തരാകും. അപ്പോഴാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം യഥാർത്ഥത്തിൽ അർത്ഥമുള്ളതായി തീരുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മനുഷ്യനായത് കൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനായി തീരുന്നത്. ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, ക്രിസ്തുവിനെ പ്രതി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വലിയവനായി തീരുന്നത്. ഈ ഒരു ബോധ്യം ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു ബോധ്യത്തിലൂടെ വേണം ഓരോ ക്രിസ്ത്യാനികളും തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന്. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശമായി വിളങ്ങേണ്ട ഒരു വ്യക്തികളാണ് ഓരോ ക്രിസ്ത്യാനികളും. ലോകത്തിൻ്റെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശമായിട്ട് നിൽക്കേണ്ട വ്യക്തികളാണ് ഓരോ ക്രിസ്ത്യാനികളും. ഞാനാകുന്ന വെളിച്ചം മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചു കൊടുക്കണം. എന്നെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ മാതൃകയുള്ളവരായി തീരണം. എൻ്റെ ജീവിത മാതൃക കണ്ടുകൊണ്ട് അനേകം പേര് ദൈവത്തിലേക്ക് അടുക്കണം. അപ്പോൾ മാത്രമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം യഥാർത്ഥത്തിൽ അർത്ഥമുള്ളതായി തീർന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകുവാനായിട്ട്, ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചപ്പോൾ, ക്രിസ്തു വിശ്വാസത്തിൽ വളർന്നു വന്നപ്പോൾ, ആ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ അങ്ങേക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുവാനായിട്ട്, അങ്ങേക്ക് വേണ്ടി കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ജീവിക്കുവാനായിട്ട് എന്നെ അനുവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും വേദനകളും ക്രിസ്തു സാക്ഷ്യത്തോട് ചേർന്നുകൊണ്ട് സഹിക്കുവാനായിട്ട് നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സകല വിശുദ്ധന്മാരോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നിരന്തരം കാണുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും
മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം.